ഹായ് നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സ്വീറ്റ് കോൺ കൊണ്ട് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു റെസിപ്പി. അതായത് ഇപ്പോൾ നല്ല മഴയാണ്, അപ്പം വൈകുന്നേരം നമുക്ക് ഒരു ചൂട് കട്ടൻ ചായയുടെയൊക്കെ ഒപ്പം പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്കിതിന് വേണ്ടത്, ഞാൻ ഒരു സ്വീറ്റ് കോണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഉപ്പ് പൊടി വേണം, പിന്നെ മുളക് പൊടി വേണം, പിന്നെ കുറച്ച് ബട്ടറാണ് കേട്ടോ വേണ്ടത്. പിന്നെ അതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ ഒരു പകുതിയാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഇതുണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്വീറ്റ് കോണാണ് കേട്ടോ എടുത്തേക്കണത്. ഇതൊന്ന് വേവിച്ചെടുക്കണം, നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചൊന്ന് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 3 കഷ്ണങ്ങളാക്കി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ബട്ടറാണ് കേട്ടോ. ബട്ടർ തന്നെ ചേർക്കണേ. അപ്പോൾ ഇത്രയും ബട്ടർ ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഉപ്പ് പൊടിയിലും മുളക് പൊടിയിലൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഇതിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടാം. ഇനി നമുക്കിത് ചെറുനാരങ്ങ ഉണ്ടല്ലോ, അതുപയോഗിച്ച് നമ്മുടെ സ്വീറ്റ് കോണിൽ പരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചെറുനാരങ്ങ പകുതി എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരും കൂടി അതിൻ്റെ ഒപ്പം നമുക്ക് പരട്ടണ സമയത്ത് ഇതാക്കി ചേർത്ത് കൊടുത്താൽ മതി. അല്ലാണ്ട് സെപ്പറേറ്റ് ആ മിക്സിൽ ചെറുനാരങ്ങ നീര് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെറുനാരങ്ങ എടുത്തിട്ട് എല്ലാ സ്വീറ്റ് കോണിലും ഇതേപോലെ പരട്ടി കൊടുക്കുക. എല്ലാ ഉപ്പും മുളകും എല്ലാ സൈഡിലും ആവണ രീതി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സ്വീറ്റ് കോണൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.